വൈശാലി, വൈശാലി പെട്ടെന്ന് വാ. ഞാൻ ഓഫീസിൽ പോയിട്ടേ. ഇന്നും കുടിച്ചിട്ട് തന്നെയാണോ വരാൻ പോകുന്നേ? അയ്യോ, ഇന്ന് മതി, ഞാൻ കുടിക്കില്ല. നീ എന്നെ വിശ്വസിക്കേ. ദിവസം ഇതന്നെയല്ലേ പറയുന്നത്. ഇന്നലെ എന്റെ തലത്തൊട്ട് സത്യമൊക്കെ ചെയ്തിട്ടല്ലേ പോയത്. എന്നിട്ടും വൈകിട്ട് വെള്ളം അടിച്ചിട്ടല്ലേ വീട്ടിൽ കയറി വന്നേ. എന്റെ തലത്തൊട്ട് സത്യം ചെയ്തിട്ട് വെള്ളം അടിച്ചിട്ട് വന്നാ ഞാൻ മരിച്ചു പോവില്ല ഏട്ടാ. എടി, അങ്ങനെ ഒന്നും സംഭവിക്കില്ല. നീ അതൊക്കെ വിട്ടേക്കേ. ഞാൻ അക്കാര്യം ഓർക്കാതെ കുടിച്ച്. നിനക്കൊന്നും സംഭവിക്കില്ല ഏട്ടാ. ഈ വെള്ളോടി ഒന്ന് നിർത്തിക്കൂടെ? ശരി ശരി, ഞാൻ ഇറങ്ങാം. എന്താ മോളെ, എന്താ വല്ലാതിരിക്കുന്നേ? എന്ത് പറയാനാ അച്ഛാ. പോകുമ്പോ ഒരു കുഴപ്പമില്ലാണ്ട് പോവും, വരുമ്പോ 4 കാലേ നടക്കും. നമുക്ക് നോക്കാം. ഇന്നെങ്ങാനും അവൻ കുടിച്ചിട്ട് വന്നാ നമുക്ക് ഡ്രാമ സ്റ്റാർട്ട് ചെയ്യാമല്ലോ. അവൻ ഏത് കണ്ടീഷനിലാ വരുന്നത് നോക്കാം. ആ ശരി അച്ഛാ. ഇന്നും അദ്ദേഹം വെള്ളം അടിച്ചിട്ട് വന്നാ അങ്ങനെ തന്നെ ചെയ്യാം. അദ്ദേഹം കാരണം എന്റെ ജീവന ഒരു അപകടവും ഉണ്ടാവാതിരുന്നാ മതി. ഞാനിവിടെ ഉണ്ടല്ലോ മോളെ, നീ ഒന്നും കൊണ്ട് പേടിക്കാതെ. ആ ശരി അച്ഛാ. ഏട്ടാ, എനിക്ക് തന്നെ നടക്കാൻ അറിയാം. പേടിക്കാൻ വന്നിരിക്കുന്നു. പോ മോളെ, പോയിട്ട് അവന്റെ കൂടെ വഴക്കടിക്കാൻ നോക്ക്. ഏട്ടാ, ഞാൻ എത്ര പറഞ്ഞാലും കേക്കില്ലല്ലേ. ഞാനും അച്ഛനും എത്ര തവണ പറഞ്ഞതാ വെള്ളം അടിക്കാണ്ട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞപ്പോ വീണ്ടും വീണ്ടും വെള്ളം അടിച്ചിട്ട് വരുന്നു. വഴക്കുണ്ടാക്കണ്ടെന്ന് വിചാരിക്കുമ്പോ ദിവസം ഇങ്ങനെ തോന്നിയ ദിവസം കാണിച്ചാൽ എന്താ അർത്ഥം? അതെടി, ഞാൻ കുടിക്കും. എന്നോട് ആരടി ചോദിക്കാൻ വരുന്നത്? ഞാൻ ചോദിക്കും, എന്തിനാ ദിവസം ഇങ്ങനെ വെള്ളം അടിക്കുന്നേ? നിങ്ങളുടെ കാരണം എന്റെ മാനോ പോകുന്നത്. ഇനി മേലെ വെള്ളം അടിച്ച് വീട്ടിൽ കയറി വന്നാൽ ഞാൻ എന്ത് ചെയ്യുന്ന എനിക്ക് തന്നെ അറിയില്ല. വെറുതെ വഴക്കുണ്ടാക്കണ്ടെന്ന് വിചാരിച്ച ഞാൻ മിണ്ടാതിരുന്നത്. പക്ഷെ ഇനി എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. എന്ത് ചെയ്യുന്നോ അത് ഞാൻ ചെയ്യുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നെ ശ്വസിക്കാൻ മാത്രമായോടി. എടാ, എന്താടാ പറ്റിയേ? എന്താ ഇവിടെ താഴെ കിടക്കുന്നേ? ഉറങ്ങാണെന്ന് തോന്നുന്നു, എഴുന്നേപ്പിക്കേ. മോളെ വൈശാലി, 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 മോളെ, മോളെ വൈശാലി, ഞങ്ങളെ വിട്ടു പോയല്ലോ മോളെ. ഞങ്ങളിനി എന്ത് ചെയ്യും മോളെ? വൈശാലി, നോക്കടാ, നിന്റെ ഭാര്യ നോക്കടാ നീ. ദൈവമേ, ഇനി എന്ത് ചെയ്യും ഞങ്ങള്? വൈശാലി, 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 വൈശാലി മരിച്ചു പോയടാ. എന്താ പറയുന്നേ? അയ്യോ വൈശാലി, അയ്യോ വൈശാലി, വൈശാലി, എന്നെ വിട്ടു പോവല്ലേ. അപ്പോഴത്തെ ദേഷ്യത്തിന് കഴുത്തിന് പിടിച്ചതാ, അതിങ്ങനായി പോയല്ലോ വൈശാലി. അച്ഛാ, ഞാനിപ്പോ എന്താ ചെയ്യുക? എന്റെ കൈ കൊണ്ട് തന്നെ ഞാൻ നിന്നെ കൊന്നു കളഞ്ഞല്ലോ വൈശാലി. കണ്ണോർക്ക് വൈശാലി, വൈശാലി, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല വൈശാലി. സത്യമാണെങ്കിൽ ഞാൻ കുടിക്കില്ല. എന്നെ വിശ്വസിക്കും വൈശാലി. എഴുന്നേക്ക് വൈശാലി. ഇനി കരഞ്ഞിട്ട് എന്താണ് കാര്യം? ചെയ്യേണ്ട തെറ്റൊക്കെ ചെയ്തും കഴിഞ്ഞിട്ട് ഇപ്പൊ നല്ലവനായി നടിക്കുന്നോ? ഇതുപോലെ നല്ലൊരു പെണ്ണിനെ നിനക്ക് കിട്ടൂടാ. അവളെ പോയി നീ കൊന്നില്ല. എനിക്ക് എന്റെ ഭാര്യ വേണം. സത്യമാണെങ്കിൽ ഞാൻ കുടിക്കില്ല അച്ഛാ. ഇനി ഒരിക്കലും കുടിക്കില്ല. മഹാഭാവി, തന്റെ കുടികാരനെ ഇപ്പൊ എന്താ നടന്നത് കണ്ടില്ലേ? തന്നെ സഹിച്ച് സഹിച്ച് അവസാനം നിന്റെ കൈ കൊണ്ട് തന്നെ മരിച്ചില്ലേ? ഇല്ല അച്ഛാ, എനിക്ക് എന്റെ ഭാര്യ വേണം അച്ഛാ.
എനിക്ക് വേണം അച്ഛാ. ഡാ, വൈശാലി, മരിച്ചു പോയവരെങ്ങനെയാടാ തിരിച്ചു വരിക? വൈശാലി, അങ്ങനെയല്ല അച്ഛാ. എന്റെ വൈശാലിക്ക് എന്നെ വിട്ടു പോകാൻ കഴിയില്ല. അവള് പാവാണ് അച്ഛാ. അച്ഛാ, അച്ഛനൊന്ന് വിളിച്ചു നോക്കച്ചാ. മോളെ വൈശാലി, വൈശാലി മോളെ എഴുന്നേക്ക്, മോളെ എഴുന്നേക്ക്. ഡാ, വേഗം പോയി വെള്ളം എടുത്തോണ്ട് വാ. അയ്യോ വൈശാലി മോളെ. വേഗം താ. വൈശാലി മോളെ, വൈശാലി, 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 നീ ജീവനോട് തന്നെ ഉണ്ടോ? വൈശാലി മോളെ, വൈശാലി. എന്നെ വൈശാലിക്ക് ഒന്നും പറ്റിയിട്ടില്ല അച്ഛാ. അതേടാ. വൈശാലി, എഴുന്നേക്ക് വൈശാലി. വൈശാലി, ഇനി സത്യമാണ്, ഞാൻ ഒരിക്കലും കുടിക്കില്ല വൈശാലി. നീ എന്നോട് ഇപ്രാവശ്യം കൂടെ നിക്ഷേപിക്കണം. നിന്നെക്കാളും വല്ലാണ്ട് വേറെ ഒന്നുമില്ല. എന്റെ കുടികാരനല്ല ഇതെല്ലാം സംഭവിച്ചത്. ഇനി ഒരിക്കലും ഞാൻ ആ സാറ് കൈകൊണ്ട് തൊടില്ല. എന്നോട് ക്ഷമിക്കും വൈശാലി. നിനക്കൊന്നും ആയില്ലല്ലോ മോളെ. ദൈവമേ, വൈശാലി ഒരു നിമിഷം വല്ലാതെ പേടിപ്പിച്ചല്ലോ മോളെ. ഇത് കുടിക്ക്. കുടിക്കും മോളെ. വൈശാലി, ഏട്ടാ, ഏട്ടന്റെ ഈ ദുശീലം കാരണം എന്തൊക്കെയാ ഉണ്ടായെന്ന് കണ്ടില്ലേ? ദയവ് ഇത് ഈ ശീലം ഒന്ന് നിർത്ത്. എന്നോട് ക്ഷമിക്കും വൈശാലി. ഇനി ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ആ സാറിന് കൈ കൊണ്ട് തൊടുകയില്ല. എനിക്കിപ്പോഴല്ല മനസ്സിലാവുന്നത് വൈശാലി, എന്റെ കുടികാരനല്ല നിനക്ക് എല്ലാം സംഭവിച്ചത്. സത്യമായിട്ട് ഇനി ഒരിക്കലും ഞാൻ കുടിക്കുകയില്ല. അച്ഛൻ ഒന്ന് മനസ്സിലാക്കേ. കുടി നിർത്തണം തന്നെ ഞാനും ആഗ്രഹിക്കുന്നത്. പക്ഷേ ഓഫീസിലുള്ള വർക്ക് പ്രഷർ കാരണം എനിക്ക് കുടിക്കാതിരിക്കാൻ കഴിയുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ അതിന്റെ അടിമയായി മാറിപ്പോയി. വൃത്തിയേട്ട ഈ ദുശ്ശീലത്തിൽ നിന്ന് എങ്ങനെ പുറത്തു വരണമെന്ന് സത്യമായിട്ടും എനിക്കറിയില്ല. ഡാ, സത്യമായിട്ട് നിനക്കിത് മാറ്റണമെന്നുണ്ടെങ്കിൽ അതിന് ഡ്രഗ് അഡിക്ഷൻ സെന്റർ ഉണ്ട്. അവിടെ നീ ഒരിക്കൽ പോയാ നിന്നെ ഈ ദുശീലത്തിൽ നിന്നും മാറ്റി പുതിയൊരു മനുഷ്യനാക്കി തീർക്കും. അങ്ങനെയാണോ? അതെവിടെ അച്ഛനുള്ളത്? എനിക്ക് അവിടെ പോകണം. എന്റെ പരിചയത്തിലൊരു ഫ്രണ്ട് ഇവിടെ അടുത്ത് തന്നെ ഉള്ളത്. നീ ഒരു പ്രാവശ്യം പോയി അവരെ കണ്ടാ അവര് തന്നെ നിന്നെ അവിടെ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുവന്നാക്കും. അവിടെ ട്രീറ്റ്മെന്റ് എടുത്താ എത്രയും പെട്ടെന്ന് നിനക്ക് സുഖാവും. അതെ ഏട്ടാ, അച്ഛൻ പറയുന്നത് പോലെ കുറച്ച് ദിവസത്തേക്ക് അവിടെ നിൽക്ക്. എന്നാലേ ഏട്ടനെ ഈ ദുശീലം ഒന്ന് നിർത്താൻ പറ്റൂ. ശരി വൈശാലി. ഏട്ടൻ വെള്ളം അടിക്കുന്നത് നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നന്നായിരിക്കും ഏട്ടാ. ശരി. ശരി മോളെ, ഞാൻ ഇവനെ എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് കൊണ്ടുപോയി ഡ്രഗ് അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുവന്നാക്കിയിട്ട് വരാം. ശരി അച്ഛാ, സൂക്ഷിച്ചു പോയിട്ട് വരണേ. വാ മോനെ.